ഞാനെന്നും ഒരു ഭാഗ്യവാനാണ്. ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും ഭാര്യയും മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം. നമ്മുടെ മക്കളെ നമ്മോട് ചേർത്ത് പിടിച്ച ഉപ്പാക്ക് മക്കളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ മനസ്സിലെന്തോ വല്ലാത്തൊരു സന്തോഷമാണ്. അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയും. നമ്മുടെ മക്കളൊന്ന് വീണാൽ, കരഞ്ഞാൽ നമ്മുടെ ഉള്ളു നോവും. അവരെ നമ്മുടെ കയ്യിലെടുത്ത് എന്നും ഉപ്പയുടെയും ഉമ്മയുടെയും ചൂട് തട്ടി താരാട്ട് കേട്ട് ഉറങ്ങേണ്ട മക്കൾ ഇന്ന് ലോകത്ത് പല ഭാഗത്തും യുദ്ധഭീതിയിൽ കഴിയുകയാണ്. പ്രത്യേകിച്ച് ഗസയിൽ പതിറ്റാണ്ടുകളായി തുറന്ന തടവറയ്ക്കുള്ളിൽ ജീവിക്കേണ്ടി വന്ന ഹതഭാഗ്യർ. ഓരോ രാത്രിയും പുലരുമ്പോൾ അവർ ജീവനോടെ ഉണ്ടാകുമോ എന്ന് അവർക്കറിയില്ല. ബോംബിംഗ് മൂലം തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട് മരിച്ച കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ പേരുകൾ എഴുതി വയ്ക്കുന്ന മാതാപിതാക്കൾ. സ്വന്തം ഉപ്പയുടെ, ഉമ്മയുടെ, സഹോദരങ്ങളുടെ, ബന്ധുക്കളുടെ, കൂടെയുള്ളവരുടെയും മരണവും മുറിവേൽക്കലും കണ്ട് ജീവിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ബോധവാന്മാരാണോ? ഈ ഒരു ചെറുപ്രായത്തിൽ അവർ അവരുടെ കൺമുന്നിൽ കാണുന്ന ഈ കൂട്ടക്കൊലയിൽ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ നിന്ന് എന്നെങ്കിലും മാനസികമായി അവർക്ക് മോചനം കിട്ടുമോ? നാളെയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾ മനസ്സ് മരവിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ജീവിതകാലം മുഴുവൻ മാനസിക പ്രശ്നങ്ങളുടെ ഇടയിൽപ്പെട്ട് ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ബോധവാന്മാരാണോ? നമ്മുടെ മക്കളെപ്പോലെ തന്നെ അവർക്കുമുണ്ടാകില്ലേ ആഗ്രഹങ്ങൾ? അതോ ആഗ്രഹിക്കാൻ പോലും അർഹതയില്ലാത്തവരാണോ അവർ? നല്ല കളിപ്പാട്ടങ്ങൾ, നല്ല വസ്ത്രം, കയറിക്കിടക്കാൻ ബോംബിൻ്റെയും മിസൈലിൻ്റെയും ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളില്ലാതെ അവർക്ക് അവരായി സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നൊരു വീട്, വളർന്നു വലുതാകുമ്പോൾ ഇഷ്ടമുള്ളവരായി മാറാൻ അവർക്കുമുണ്ടാകില്ലേ ആഗ്രഹങ്ങൾ? അതോ അവരുടെ ആഗ്രഹങ്ങൾ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടപ്പെടേണ്ടതാണോ? ഒന്നുറക്കി കരയാൻ പോലും കഴിയാത്ത എത്രയെത്ര കുഞ്ഞുങ്ങൾ, നടുക്കുന്ന ഓർമ്മകളായി ഉറക്കത്തിൽ ഞെട്ടിയെണീക്കുന്ന കുരുന്നുകൾ, നടന്നു തുടങ്ങുന്നതിന് മുൻപേ, മനസ്സുല്ലസിച്ച് കളിച്ചു തുടങ്ങുന്നതിന് മുൻപേ കൈകാലുകൾ നഷ്ടപ്പെട്ടവർ. ഗസയിലെ ചില മക്കൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എനിക്കൊരു ഡോക്ടറാവാനായിരുന്നു ആഗ്രഹം, പക്ഷേ എനിക്കിന്ന് എൻ്റെ വീടില്ല, എൻ്റേതെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല, എല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു, പിന്നെ ഞാൻ എങ്ങനെ ഒരു ഡോക്ടറാവും? പിറന്ന മണ്ണിൽ ജീവിച്ചു എന്നതാണോ ഞാൻ ചെയ്ത കുറ്റം? അങ്ങനെ എത്രയെത്ര കുട്ടികൾ ഗാസയിലെ, സുഡാനിലെ, ഉക്രൈനിലെ, അതുപോലെ യുദ്ധം തകർത്തു താറുമാറാക്കിയ സിറിയ, യമൻ, കലാപങ്ങൾ നടന്ന മ്യാൻമാർ, ലോകത്തിൽ സംഘർഷങ്ങൾ നടക്കുന്ന മറ്റു ഭാഗങ്ങളിൽ മരിച്ചു ജീവിക്കുന്നു. എത്ര മക്കൾ സ്വപ്നം കണ്ടു തുടങ്ങുന്നതിന് മുൻപേ കൊല്ലപ്പെടുന്നു. ബോംബുകൾക്കും മിസൈലിനും റോക്കറ്റിനും തോക്കുകൾക്കും സ്വന്തമായി വിവേചന അധികാരമുണ്ടായിരുന്നെങ്കിൽ എനിക്കുറപ്പാണ് അതൊന്നും നിരപരാധികളായ ഈ കുഞ്ഞുങ്ങളുടെ മുകളിൽ വീഴില്ലായിരുന്നു. ആരാണിതിന് ഉത്തരവാദികൾ? ഫാസിസം, റേസിസം, സാമ്രാജ്യത്വം എന്നും അധികാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ, മതം, ഐഡിയോളജി എന്തെല്ലാം ആയിക്കൊള്ളട്ടെ. എന്നാൽ അതിനേക്കാളേറെ അപകടമുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും മൗനമാണോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. എല്ലാ യുദ്ധവും അവസാനിക്കണം. ഒരു കുഞ്ഞുപോലും ഇനി യുദ്ധത്തിൽ കൊല്ലപ്പെടരുത്. അതിനുവേണ്ടി നമുക്ക് ആവും വിധം ശ്രമിക്കാം. മറക്കരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമുള്ള പോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട്. അതോ അവരുടേതെല്ലാം നടക്കാതെ പോയ ആഗ്രഹങ്ങൾ മാത്രമാണോ?